ഹലോ ഗായ്സ്, അപ്പം പെരുന്നാൾ ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇത് കണ്ടില്ലേ, ഒരു പെരുന്നാളായിട്ട് കിടന്നുറങ്ങിന പോലെ. നീക്കടാ, നീക്കി 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 അതാ തെക്കിബീറല്ലോ തുടങ്ങി. നീച്ചുട്, നീക്കി 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 പോട്ടെ 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 പറ്റേ പറ്റേ. തല വാന്തിയിട്ടൊന്നും കാര്യമില്ല, നീച്ചുട്. ഹലോ, ഇവിടെ 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 ഇവിടെ. എന്താണ് സാറേ സാലോ? 8 മണിക്ക് 7 മണിയായി. നീക്കേ, നീ കിടന്ന വെള്ളം ഒഴിക്കും. ഞാൻ നീ കിടന്ന വെള്ളം ഒഴിക്കും. അപ്പോ പെരുന്നാ പണിയില്ല കേട്ടോ. ഇതെന്താ പഴംപൊരിയാ? മാഷാ അല്ലാ. അതൊക്കെ പഴംപൊരി പഴംപൊരി ഭക്ഷണ ഭയങ്കര ചൂട്. അടിക്കട്ടെ അടിക്കട്ടെ. ചൂടുള്ള പമ്പ് തൊല്ലിട്ടുണ്ട്. ഹലോ ഹലോ, നീച്ചോളി 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 നീച്ചോളി. നീക്കാ നീക്കാ നീക്കി നീക്കി നീക്കി. കാലൊക്കെ ഒലിച്ചിக்கிறതാ, കാല ഒലിച്ച് കിടക്കുന്നത്. സാലിന് മേത്ത് വെള്ളം വയ്ക്കാൻ പോകുന്നു. എന്ത് രസമില്ല നീക്കി തലി നീക്കി. നീച്ചാള നീച്ചാള. ഏഴരക്കാണല്ലോ നിസ്കാരം. ഏഴരക്ക് 10 വാ നീക്കി. എല്ലാവരും കുളിക്കാൻ പോകും. ഞാൻ കുളിക്കും. നീച്ചുടി. ഇനി എന്തായാലും വെള്ളം ഒഴിക്കൂട്ടോ. വെള്ളം ഒഴിക്കാൻ പോയപ്പോ ഒരു സ്ഥലം എപ്പോഴും വരുന്നത് രസം ഉണ്ടാവില്ല. അത് വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പോ എങ്ങനെയുണ്ട്? അല്ല ഗായ്സ്, പൈനാപ്പിൾ ജ്യൂസാണ്. പെരുന്നാൾക്ക് നിങ്ങളോട് കണ്ടില്ല പൈനാപ്പിൾ ജ്യൂസ് അടിക്കലേ? ഇവിടെ ഉണ്ടല്ലേ? കയ്യിലിട്ടതോ പൈനാപ്പിൾ ഉള്ളൂ. 1.5 ജഗ് വെള്ളം ഒഴിച്ചു. ഇല്ല, 1.5 പൈനാപ്പിൾ ഉണ്ട്. 1.5 പൈനാപ്പിൾ അപ്പൊ ഇവിടെ ആദ്യത്തെ ഉണ്ട്. അതൊക്കെ പൈമ്പിലി കറുത്തു പോയി. പൈമ്പിലി കറുത്ത്. അപ്പോൾ ഓക്കെ പോയി. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാം. ഓക്കെ അല്ലേ? അങ്ങനല്ലേ? എങ്ങനെയാണ് എങ്ങനെയാണ് കുളി കഴിഞ്ഞിട്ടാണ് മാറ്റാൻ പോയ എല്ലാരും. പാന്റ് വലിപ്പം കൂടിയത് പിന്നുത്തിരണ്ടില്ല. ഓ മോഡലേറ്റോ ശരിക്കും തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നില്ലേ? ഒപ്പച്ചിന്റെ ഡ്രസ്സിങ് കഴിഞ്ഞ് മുടി ചീകുന്നു. 1 ലിറ്റർ എണ്ണ തലയിലിട്ടാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ നീ അല്ലല്ലോ. മഞ്ഞ നീല എന്താ ചായയാണ്? ബൂസ്റ്റാ? ബൂസ്റ്റ് ഒന്നുമില്ല. ഷർട്ട് ഇട്ടില്ല. ചെക്ക് പോവാ. പന്ത്രണ്ടരക്ക് നീച്ചു തന്നെ ആളിനാണ് വരും. 12 ഒരാൾ നീച്ചു വരും. 11 ഇന്ന് മൂടില്ല. എവിടെയില്ല.
ഡ്രസ് മാറിയാ ഏതാ അപ്പൊ അതിട്ടില്ല വയ്യാത്തവനെ അവിടെ എന്തായാലും 8 മണി പോലെ തുടങ്ങാൻ മോയെ അന്റെ വർത്താനം കേട്ട് മനസ്സിലാല പോലെ ഉറങ്ങിയിട്ടും കൂടിയില്ല വരി അറിഞ്ഞല്ലോ എല്ലാവർക്കും സാലു പുതിയ ഷർട്ട് ഇട്ട് സാലു പുതിയ ഷർട്ട് ഇട്ട് ഓ പൊള്ളിയാ ഓ നടന് ഒരു ചെറിയ ഇന്ത്യ നടന്ന ലുക്കൊക്കെ ഉണ്ടല്ലോ സാലു ഇതൊക്കെ അല്ലേ ചെറിയ ഒരു സീരിയൽ ഹിന്ദി നടന്റെ അല്ലേ വാവേ എന്താ നിങ്ങളെ അഭിപ്രായം എന്താ അല്ലേ വാവേ സാബിയ അത് കീറിയിരിക്കുന്ന ഷർട്ട് ഇതാ അടി അല്ലേ വാവേ എന്ത് സാലുവിന്റെ അഭിപ്രായം ഒരു ഹിന്ദി സീരിയൽ നടന്റെ ലുക്കില്ലേ സാലു ഇല്ലേ ഹിന്ദിക്കാരുണ്ട് കണ്ടാലും ഒരു ഹിന്ദി സീരിയൽ നടന്റെ ലുക്ക് പോലെ നിങ്ങളെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം ഒരു ആക്ടറിന്റെ ഒരു ലുക്കില്ലേ അതന്നെ ഏതായാലും എന്റെ അഭിപ്രായം എന്താ അത്രേ ഉള്ളൂ സാവിയെ ഓ അങ്ങനെ പറയാൻ പാടില്ല സാവിയ അത് തീരെ ശരിയല്ല ഞാൻ പള്ളിയിൽ പോരാ അപ്പൊ സാലോ അന്റെ വകല്ല ഇവിടെ എന്തൊക്കെ കഴിഞ്ഞു ഓക്കെ ഗൈസ് അപ്പൊ പള്ളി പോയിരുന്നു ഓക്കെ ഞാൻ അല്ല ഗായ്സ് ഇതാ നമ്മളെ ചെങ്ങായി പള്ളി ഇരിഞ്ഞതാ പോണി കണ്ടോളി അവന് അങ്ങനെ ഞങ്ങൾ പള്ളിയൊക്കെ വിരിഞ്ഞ് വരട്ടാ അതാ ഒരാളാണ് വരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു അവിടേക്ക് പോവല്ല ഒരു പള്ളി പോയിട്ട് ആകെ തേഞ്ഞില്ലേ ഇവന്റെ ഒരു ഓട്ടോ അടിക്കണം മുകളിലേക്ക് ഞാൻ അപ്പളാ എന്നോട് പറഞ്ഞു കേരള ചെയ്ത് കേട്ടില്ല അതാണ് നമ്മളെ കുൻസപ്പ വരുന്നുണ്ട് കുൻസപ്പ ആ നടത്തം നോക്കേ ഏതാ ഫിഗർ +2 +1 ലൈഫ് നമുക്ക് രസല്ലേ ഇത് വർക്ക് അതല്ല നീ ഗ്രൂപ്പിലെടുത്ത് ചാമ്പണ്ടാ ആ മുപ്പര് അവിടുത്തെ വള്ളി പോയിട്ട് ആകെ ചാമ്മി പോന്നിക്ക ഞാൻ അവിടെ പോകുമ്പോൾ പറഞ്ഞില്ലേ കുടുങ്ങിന് എന്നിട്ട് ലാസ്റ്റത്തെ സുജൂദിന്റെ ഓടിക്കണ് എന്നിട്ട് കുറച്ച് നേരം വിളിക്കണേ ഞാൻ സുജൂദിലാണ് പറഞ്ഞിട്ട് എന്നിട്ട് കേട്ടെന്ന് ഇവിടെ നിസ്കരിച്ച് ഞാൻ ഓടി കഴിച്ചില്ലല്ലോ എന്താ ബംഗാളി പാവു ചൂടുണ്ടോ പോവോ എനിക്ക് കഴുത്തിനെന്തേ പെടലിടേണ്ടി വരുമോ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ ഇപ്പൊ വണ്ടി എടുത്തോളി സാലുവിന്റെ പെരണ്ട് വിളിക്കണല്ലോപ്പാ പെടലി സാലോ ഞാൻ ശരിയാക്കി തട്ടെ സാലോ ഞാൻ ശരിയാക്കി തട്ടെ ഗായ്സ് ഇപ്പച്ചി വൺ സൈഡ് എടുത്തിട്ട് ഗ്യാപ്പിൽ വരൊക്കെ ഇട്ടിട്ട് ഗായ്സ് നോക്ക് കുട്ടികളെ വാരി എന്താണ് ഇപ്പൊ നമ്മള് കുട്ടിയല്ലേ എവിടുത്തെ കുട്ടി ഒരു പേരക്കുട്ടിയായി കുട്ടിയല്ലേ ഇന്നലെ രാത്രി 3 അടിക്കാൻ സ്ഥലം 2 അടിക്കാൻ സ്ഥലം വീട്ടിലെത്തിയത് വരടാ പോയത് ഫിഗറുണ്ട് നിങ്ങൾ കൊണ്ടുപോയി വരുന്ന ആള്
ഞാൻ ഉണ്ടാക്കിയ പായസം കൊടുക്കാൻ പോവാണ്. നിന്റെ ടേസ്റ്റ് പറയട്ടെ സാബാബേ. എന്താ അടപ്രഥമന? ആർക്ക് കൊടുത്തിട്ടും ആരും കുടിക്കാൻ വന്നില്ല. എനിക്കെന്നപ്പോ വേണ്ടാറിനെ ഓൾറെഡി പള്ളിക്കന്നൊക്കെ കുടിച്ചോണ്ടേ അപ്പച്ചി ടേസ്റ്റ് പറഞ്ഞു. അപ്പൊ വിചാരിക്കണം കുറച്ച് ഇത് ഇത്ര വലിയ ക്ലാസ്സിലൊന്നും എടുക്കില്ല. ചെറിയ ക്ലാസ്സിൽ കുടിച്ചു നോക്കുക ടേസ്റ്റ് പറഞ്ഞു. എന്താ പാട്? അടിപൊളി അടിപൊളി. ഓക്കെ. പച്ചിക്ക് കൊടുത്തത് വേണമെന്ന് ചോദിച്ചോക്കെ. നിനക്ക് ഇനി പൈസ വേണോ? വേണ്ടല്ല, നിനക്ക് പൈസ വേണോ? ഇനി ഭക്ഷണം കഴിക്കേ? നോമ്പ് വെച്ച ഓർമ്മയില്ല. അത് ശരി. അങ്ങനെ രാവിലെ തന്നെ ചായ കുടിച്ചില്ലേ? ഇന്ന് നോമ്പാക്കി എനിക്ക് ചായ കുടിച്ചില്ല. ദിവസം ഒരു മണിക്കൂറാണല്ലോ മാറിഞ്ഞത്. അതാണ് ആലോചിക്കുന്നത്. നീ ജുമാ കഴിഞ്ഞിട്ട് ചോദിക്കാൻ നല്ലത് സാധനമാണ്. അല്ലല്ല ബൈക്കുണ്ട്. ഇപ്പൊ തന്നെ ബൈക്കുണ്ട് മാത്യം പറയാ. ഹലോ സാബിയ, ജുമാന്റെ മുന്നേ കുറച്ച് ചോറ് എന്തോടെ വെള്ളം അയച്ചിട്ടേക്കാൻ വയ്യ. മുന്നേ കുറച്ച് ചോറ് എന്തോടെ എന്താ തരാത്ത അവിടെ പള്ളയിച്ചപ്പോ ശരി. നോമ്പ് പോറ്റ സമയത്ത് ഇങ്ങനെ പള്ളയിച്ചെന്ന് പറഞ്ഞു. ടൈം എത്ര? ടൈം 11:30. ചെറിയ പുത്രൻ ഉറങ്ങണ്. പോയി വെക്ക്. ഇതെന്തെങ്ങനെ ഉറക്കൊഞ്ഞ മാതിരി നിക്ക് എന്ത് തല കുത്തി പൊളിച്ചാറോ? കുഞ്ഞോട് ഞാൻ പോയി ദേശം മുടിച്ചിട്ട് പോയി വന്നു. നീക്കേ പെട്ടെന്ന് നിൽക്കണൊക്കെ തലവേദന വന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ അതാ നമ്മൾ പുറത്ത് കുറച്ചേരം ഇരിക്കുക. എന്താ വെയിലേ. രാത്രിനോട് ഒരാൾ കേട്ടോ, കാക്ക നാളെ പെരുന്നാളാണ്, നാളെ എന്നോട് ചൂടാട്ടോ. അന്റെ അമ്മമാര് കാട്ടിക്കൂട്ടിൽ കണ്ട് ചൂടാവാനല്ല, തലക്കെട്ടൊന്നും തരാൻ തോന്നും. അല്ല മാഞ്ഞാള കളി. ആ വണ്ടി ഒന്ന് ഒറ്റകളെ തലേതൊക്കെ അത് കത്തിപ്പോട്ടി തൊള്ളേക്കണ്ട് കഴിച്ചു. എല്ലാം പോകേണ്ടത് തണുത്ത്. എന്താ ഇത് എനിക്ക് ചെയ്തെന്താ അറിയില്ല. നിങ്ങളെ നീലക്കൂല അന്നേരം അടിക്കാ അത് പൊരിഞ്ഞെടുക്കണ്. ഇതിനെ കാട്ടി ചൂട്. പാവാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പാവാണ് പഠിച്ചോനെ. എടാ ഞാൻ പറഞ്ഞ ആ വണ്ടി നിർത്തക്കടാ. അതാ ഔ പാവാണ് സായില. ചവിട്ടേന് സായിലാന്റെ ഫാൻസ് ഫ്രം ഉഗാണ്ട, ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, പിന്നെ എവിടുന്ന അർമേനിയ. അർമേനിയ ഞാൻ കാണിച്ചു അവിടുത്തെ കളവു. മൈലാഞ്ചി തോന്നിയില്ലേ? അടിപൊളിയായി തോന്നുന്നു. എവിടെ കച്ചനേരി നോക്കട്ടെ. വെള്ളം എത്ര പ്രാവശ്യം വെള്ളം അടി. പിന്നെ മൈലാഞ്ചിട്ടാ കുളിക്കാൻ പാടില്ല അല്ലേ? ഇങ്ങനെ വിളിച്ചു ഒരു കൈയില് പൊക്കിച്ചിട്ട് തലേ കാര്യം സാധിച്ചാൽ എങ്ങനെ കഴിയും. വെറുതെ പറയാ വേറൊരു ടൈപ്പ്. ഇന്നലെ ഉണ്ടല്ല, ഇന്നലെ കൈ ഇങ്ങനെയൊക്കെ വെച്ചാണ് കുളിച്ചത്. ഇന്ന് രാവിലെ ഇങ്ങനെയല്ല കുളിച്ചേ.
സത്യം പറഞ്ഞോ ഇജ്ജ് നനയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞ ഞാൻ കണ്ടില്ല ഇന്ന് രാവിലെ എന്റെ കൈ കഴിഞ്ഞില്ലേ കണ്ടിട്ടുണ്ടാവില്ല അമ്മ കാണാതെ കവർ മറ്റേ ഗ്ലൗ ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഗ്ലൗ ഒക്കെ ഉണ്ട് അത് കിട്ടുന്നുണ്ട് അതിന്റെ മൈലാഞ്ചിട്ടാ നനയ്ക്കാതൊക്കെ ഞാൻ അന്നോട്ടൊക്കെ ലോക്കല് സാധനമാണ് ചോക്കണൊക്കെ എന്താണ് ഇപ്പൊ നിങ്ങൾ പെരുന്നാ പൈസ അട്ടി നിങ്ങളെത്ത ഇങ്ങനെ ഉള്ളുണ്ടായി ഇപ്പൊ തരികടായിക്കണേ ഒന്നില്ലെങ്കിലും അതാ എടുത്ത ഈച്ചാണ് നിന്റെ കാലം ഒന്നും തട്ടില്ല എന്റെ പണിയാ ഈജനാണ് ഈജി താട്ടിയാണ് ഇറങ്ങി 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 നിങ്ങൾ മരോക്ക് പെരുന്നാ പൈസ കൊടുക്കി വേറെ ആർക്ക് കൊടുത്തില്ല മരോക്ക് കൊടുക്കും ഗൂഗിൾ പേ ക്യാഷ് ആയിട്ടോ പെരുന്നാൾ പൈസ ക്യാഷ് എല്ലാവർക്കും കൊടുക്കാം ശരി മരോക്ക് ഔ ബാങ്ക് നിറഞ്ഞ് മരോക്ക് എന്ത് ഉടായിപ്പോക്കി പൈസ മാഷാല്ലാ മാഷാല്ലാ ഇത് നോക്കിങ്ങള് അയിക്കൂടെ വരാൻ മടിച്ചിട്ട് എപ്പം വന്നാ കിട്ടും പിന്നെ കിട്ടൂല മോനെ അല്ലാണ്ട് വാവക്ക് 100 കൊടുത്തേ ആന്ന് നിങ്ങൾക്ക് എത്ര ടീ എനിക്ക് 300 300 ശാലക്ക് എത്ര 200 എനിക്ക് 100 സാലൂല 50 റുപ്യ വാവക്ക് 100 കൊടുത്തേ അതാ 100 സാലൂന് 100 കൊടുക്കണ്ടേ നമ്മളൊരു 500 നമ്മളൊക്കെ ഒരു 500 പ്രതീക്ഷിച്ചിട്ടില്ലേ അങ്ങനെ കൊടുക്കാം കൊടുക്കേ കുഴപ്പമൊന്നുമില്ല ആർക്ക് ഇപ്പൊ ഈ ആപ്പിളുകാർക്ക് കൊണ്ടുപോകാം എവിടെ നിങ്ങളെ മോനെ സാലുമോനാ അപ്പൊ നമ്മള് പെരുന്നാൾ ഫുഡ് കഴിക്കാൻ പോട്ടോ ഞാൻ ചൂടാ കഴിച്ചിട്ട് ഒരാൾ വേഗോ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താ അപ്പൊ ചങ്ങായിമാരങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ പെരുന്നാൾ ഫുഡ് പെരുന്നാൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെരുന്നാളില് നേരത്തെ കാലത്ത് ചോറ് വയ്ക്കും ബിരിയാണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 11 10 ബിരിയാണി വെക്കും നമ്മളൊക്കെ പണ്ടാക്കി തറവാട്ടിന്നൊക്കെ അങ്ങനെ തന്നെയാണ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മേൻ ചോറുകൾ പായി വെച്ചിട്ട് ഒറ്റടല്ല ആവുന്നില്ല കോരിതാ ആ സ്റ്റാൻഡോട് വച്ചോ ഇവിടെ ഇന്നെ ഇവിടെ എത്തിയുള്ള പ്രശ്നം ഞാൻ ഇങ്ങനെ തിന്നുകൊണ്ടു നിങ്ങൾ രാത്രി പറയും ഞങ്ങൾ ഞങ്ങൾ ആ ഒന്നില്ല മുത്തേ ആ എങ്ങനെയാണോ ഈ ഓട്ടോറ്റിക്ക ആ പ്ലാസ്റ്റിക്കിന്റെ ബ്ലാക്ക് ചെയർ ഒന്ന് അവിടെ എന്താ സാധനം ഉണ്ടല്ലോ സാധനം ഉണ്ടല്ലോ കാണൂലേ ഇതൊന്നും ഇങ്ങനെ കേട്ടോ കാണാത്തൊത്ത് അടുത്ത പെരുന്നാൾക്ക് സായിലാൻ്റെ ബിരിയാണി അല്ല ഞായറാഴ്ച സായിലാൻ്റെ ബിരിയാണി എങ്ങനെ ഓക്കെയാണോ നമ്മൾ ആരും വരൂല പുറത്ത് നോക്കിക്കോ എല്ലാരും സപ്പോർട്ട് ചെയ്യുമ്പോ ഇതാണ് നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞത് ഉറപ്പായിട്ടില്ല എന്നോടൊക്കെ ഒരാളെ അഭിപ്രായം പറയാൻ ഞാൻ ഓക്കെ എന്ന് പറയും ഇല്ല അല്ല ഇന്നത്തെ അഭിപ്രായം ഇന്നത്തെ കഴിഞ്ഞു കുട്ടികളെ പോലെ മുടി വെട്ടിട്ട് മുടിക്ക് വരെ കിട്ടും ഇന്ന് പെരുന്നാളല്ലേ ഇന്നൊന്ന് ഫ്രീ ആകാൻ പറഞ്ഞു ഞായറാഴ്ച
ബിരിയാണി വെക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ ഇതുണ്ടാക്കും. പക്ഷേ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കണ്ടില്ല ഗായ്സ്, ബിരിയാണി വെക്കാൻ സായിനോട് പറഞ്ഞിട്ട് സായില പറഞ്ഞ വാക്കേട്ടില്ലേ? സൈലന്റ് ബട്ടൺ അതുകൊണ്ട് കായലൊക്കെ കൊടുക്കാം. ഏത് ഉണ്ട്. അപ്പോൾ സായില ബിരിയാണി ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ നിരാശായിപ്പോയി. ഇനി ഞാൻ ചോദിക്കൂല. ഉണ്ടാക്കാറുള്ളവരോട് ചോദിക്കാൻ തോന്നുന്നു. അതന്നെയല്ല, നമ്മളൊരു പ്രാവശ്യം ചോദിച്ചല്ലേ. നേരായില്ലേ ഉണ്ടാക്കാൻ വിചാരിച്ചുണ്ടാക്കൂലേ? ഒരാളൊരു കാര്യം ചോദിച്ചാല് ആ ആയിക്കോട്ടെപ്പാ, അല്ലെങ്കിൽ ആയിക്കോട്ടെ അമ്മ, ആ ആയിക്കോട്ടെ കാക്കാന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ലേ? പറഞ്ഞില്ല. അറിഞ്ഞില്ല. ആ വീഡിയോ കട്ടാക്കി എടുത്തു. ഞാൻ എന്താ പറഞ്ഞത്? പറഞ്ഞോ? നമ്മൾ കേട്ടില്ല. ഉറപ്പായിട്ടില്ല ഇൻഷാ അല്ലാഹ്. ഉറപ്പോളൂ ഒരാഴ്ചയോടെ പോയി നിന്നിട്ട് മതി എന്നറിയും. ഉറപ്പാക്കാൻ അല്ലേ? നമുക്കൊക്കെ പെരുന്നാ പൈസ കിട്ടി. കൊണ്ടേക്കുന്നത് എനിക്കില്ലല്ലോ സത്യമായിട്ടും. ആ നേരം നീച്ചു അന്നേരം വരണം. 500 കൊടുക്കണ്ടായിരുന്നു. പോക്കറ്റിൽ അന്നേരം ഉള്ള എടുത്ത് വെച്ചില്ലേ? കണക്കാ 50. എത്ര തരണേ? ഞാൻ തന്നെ 250 പോടാർന്ന്. അത് ആരെ പൈസ? മതി. എന്റെ പൈസ. ആ ഡയലോഗ് അടിക്കുന്നത് അതിന് പെരുന്നാ പൈസ പറഞ്ഞ എന്റേതാവോ? എത്ര തരുന്ന ഇളച്ചെനിക്ക്? ഇളച്ച് ഞാൻ പണിക്കോണില്ലല്ലോ. ഇളച്ചെനിക്ക് പൈസ തരണോ? കാക്കോട് ചോദിച്ചോ കൊടുക്കന്നാ മക്കാക്ക് ഞാൻ ചോദിച്ചാ അത് പറയല്ലേ. ഓളന്നെ ഉടായിപ്പ നേരത്തെ ഫോൺ കോൾ വിളിച്ച് നമ്മളെ കിട്ടിയില്ലേ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ചൂടാണെങ്കില ഞാൻ എന്റെ കയ്യില് ഉള്ള പൈസ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതൊന്നും എടുക്കണ്ടായിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത് കൊടുക്കാൻ വിചാരിച്ചത്. അത് ഗൂഗിൾ പേ ചെയ്യട്ടെ, അത് നേരിട്ട് കൊടുക്കണോ അറിയാൻ വേണ്ടി അങ്ങനെ വിളിച്ചത്. ഇന്ത്യക്ക് ഒരു 500 കൊടുക്കല്. കണ്ട് ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഫുള്ള് വീഡിയോസ് ഒന്നും നടന്നില്ല, ഒരു പരിപാടി നടന്നില്ല. രാവിലത്തെ ഷൂട്ട് കുറച്ച് ഇപ്പച്ചി എടുത്തിന്. ഉച്ചക്കത്തെ ശേഷമുള്ളത് അടിയായി. ഇപ്പച്ചി ഇമ്മച്ചി മെയിൻ വിളിച്ചില്ല. ഇമ്മച്ചി ഒരു ഡ്രസ്സ് ഇട്ട്, പൊൻപതിലല്ലേ അല്ല, ഇമ്മച്ചി ഒരു ഡ്രസ്സ് ഇട്ട് ആ ഡ്രസ്സ് ഇപ്പച്ചിക്ക് പറ്റിയില്ല. എന്നിട്ട് ഇപ്പച്ചി മാറ്റാൻ പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി സീനായി ഇളിഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴത്തെ എളിച്ചിൽ വേറൊന്നല്ല. അപ്പോൾ ഫുഡ് കിട്ടണില്ല. ഫുഡ് കഴിഞ്ഞ് പയമ്പൊരി എടുത്ത് ഇന്ന് പട്ടിണിയല്ല പയമ്പൊരി. അപ്പം ഇത് എത്ര നേരം അടക്കളയിൽ നിന്ന് തിരിഞ്ഞളിച്ചിനെ. എന്നിട്ട് ഇതൊക്കെ 3 ഗ്ലാസ് പായസം കുടിച്ച്, പൈനാപ്പിൾ ജ്യൂസ്. ഇതെന്ത് പട്ടിണിയാ? ഇന്റെ കുട്ടിക്ക് എന്താ പറ്റി? നിങ്ങളെ തിരിച്ചേ നിങ്ങൾ എന്തേലും ഒന്ന് തീരുമാനിക്കും. ഓനക്ക് മനസ്സിലായി ഇജി അതല്ല അവനെ കൊണ്ടില്ലാന്ന്. അതോ ഇതൊക്കെ ഇങ്ങോട്ട് നോക്കി ഇവിടെ. അപ്പോൾ പറഞ്ഞു തരുന്നത് വീഡിയോസിൽ, ഐ മീൻ ഇന്നത്തെ ഈദിൻ്റെ വീഡിയോ. ആ സ്പീക്കറൊന്ന് ഓഫ് ചെയ്യ ബോസേ, കുറെ നേരമല്ലോ. എൻ്റെ ടിയാണ്ടീൻ്റെ അടുത്ത് പോയിക്കോ. പിടിച്ച് നോക്കാം. പയമ്പൊരിയും മന്തിയും വല്ലാത്ത കോമ്പോ. എടാ ഫുഡ് പയമ്പൊരിയും മന്തിയും കഴിഞ്ഞാ? ഒരു ഉരുളട്ടെ ബിസ്മില്ലാ. മന്തി കഴിഞ്ഞോ? അപ്പം പുതിയ കോമ്പോ ഇറങ്ങി ഞങ്ങളാരും കണ്ടില്ല. പയമ്പൊരി വിത്ത് മന്തി. അപ്പം ഇബ്രാഹിം കാക്കൻ്റെ സ്പെഷ്യലാണ്. അപ്പം കാര്യമായിട്ട് പറയാച്ചാൽ
നത്തിങ് സ്പെഷ്യൽ ടുഡേ അല്ലേ? ഇന്നൊന്നും ഉണ്ടായില്ലല്ലോ. യാദൃശികമായിട്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അൽത്താഫ് എൻ്റെ അളിയ അതേ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ അവനെ കാണുമ്പോൾ അതാണ് വിളിക്കുക. അതുകൊണ്ട് അൽത്ത് വന്നു. പക്ഷെ അതും വ്ളോഗ് എടുക്കാമെങ്കിൽ അളിയെ സമ്മതിക്കുക. എല്ലാവരും ചോദിക്കണ്ട് അളിയനെ നിങ്ങളെ വീഡിയോയിൽ കൊണ്ടുവരാത്ത എന്താന്നുള്ളത്. അളിയനെ ഇവിടെ നിർത്തിയിട്ട് അളിയനെ ഇവിടെ വീഡിയോയിൽ അല്ല ഇവിടെ സോഫയിൽ ഇരുത്തിയിട്ട് അവനെ നല്ല കത്തിക്കണം എന്ന് ആഗ്രഹമില്ലായിട്ടല്ല. പക്ഷെ അവൻ വരില്ല, ഭയങ്കര ചെയ്യാം. അവനക്ക് ഫേമസ് ആവണം തീരെ താല്പര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ അമ്മ? അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഫസ്റ്റ് വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് എന്തല്ലോ അളിയനെ കുറ്റം പറയല്ലോ. നല്ലപോലെ ഇരിക്കും. നിങ്ങളെന്തിങ്ങനെ വെട്ടിയിട്ട ബായത്തണ്ട് പോലെ ഇപ്പോൾ എല്ലാവർക്കും വാരി കൊടുക്കണതാ. സ്നേഹനിധിയായ ഡാഡാണ് ഡാഡ. ചിക്കൻ പീസ് ഒളിപ്പിച്ച പിടി ഇരുന്നോക്കി അങ്ങനെ പറയരുത്. കണ്ടാ തലൈമുല എന്താ പാട്ട് ചിരിക്കണ ഇജ്ജ് വലിയ സിംഗറായിട്ട് ഇവിടെ വാ. ആ പാട്ട് പാടി ഇവിടെ വാ. രണ്ടുപേര് പാടിയാ മതി. ഷാ ഇവിടെ വാ. ഇല്ല രണ്ട് തന്തൈ മകൻ പയമ്പൊരി മന്തിയും വൻ കോംബോ ആണ് ഗൈസ്. അപ്പം ഇന്ന് എല്ലാവരും ട്രൈ ചെയ്യാം. ആരുമില്ല. അപ്പോൾ പയമ്പൊരി വിത്ത് മന്തി ഈ കോംബോ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എന്താണ് ഫീഡ്ബാക്ക് സാലുവിൻ്റെ അറിയിക്കുക. നല്ല കോമൻട്രി. എനിക്ക് ലിറിക്സ് അറിയില്ലല്ലോ. എനിത്തിങ് പോട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാര്യമായിട്ട് ഒരു കോണ്ടന്റോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്താം. ഇവിടെ വെറും ഫുഡ് അടി മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പെറുക്കി പറയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് മതി ഇപ്പച്ചി ഇന്നലെ പറയാൻ ഞം 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 ഇന്നോളിപ്പോ കഴിച്ചോളൂ ഒരു ബൈ പറഞ്ഞേ. ബൈ പറയാൻ ബൈ.